എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 22 ശ്ലോകം 26, 27, 28, 29, 30, 31, 32 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ പറഞ്ഞു ആ ഗോപസ്ത്രീകളോട്, അവരുടെ ആ പ്രേമ ഭക്തി കണ്ടിട്ട് ഇത്രയൊക്കെ കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടും അവർക്ക് ഒരു ദേഷ്യം ഭഗവാനോട് ഉണ്ടായിരുന്നില്ല. അത്രയും ശുദ്ധ ഹൃദയങ്ങളാണ് അവര്. നിഷ്കളങ്കമായ ഭക്തിയും അല്ലാതെ ഒന്നും ഇല്ല. അവർക്ക് എല്ലാം ഭഗവാനിൽ അവരെല്ലാം സമർപ്പിച്ചിരിക്കുക. അത് ഭഗവാന് മനസ്സിലാവാതിരിക്കും. അത്രയും ഗോപസ്ത്രീകളുടെ മാതിരി ഭക്തി വേറെ ആർക്കും ഇല്ല. എല്ലാവരും അതന്നെയാ പറയണത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പതിവ്രതകളെ, നിങ്ങളുടെ സങ്കല്പം എനിക്ക് മനസ്സിലായി. ഞാൻ ഭർത്താവായിട്ട് വരണം എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം, ഞാൻ സാധിപ്പിക്കും. തീർച്ചയാണ്. അടുത്ത ശരത്കാല രാത്രികൾ വരട്ടെ. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും കേട്ടോ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറയണു. അതിന് നിങ്ങൾ യോഗ്യരാണ് എന്നും കൂടി പറയണ്ടേ ഭഗവാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. നമയേയാവേശിതധിയാം കാമായ കൽപ്പതേ ഭർജിതാ ക്വധിതാധാന പ്രായോ ബീജായ നേഷ്യതേ. എന്നില് മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നവര്, അവര് ചെയ്യുന്ന സങ്കല്പം വിഷയാഭോഗങ്ങൾ അനുഭവിക്കാനായിട്ട് അതിന് അങ്ങനെ വരില്ല. അവരങ്ങനെ വിചാരിക്കേയില്ല. വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് പിന്നെ മുളയ്ക്കില്ലല്ലോ. അതുപോലെ ഭഗവാനിൽ ഭക്തിയോടുകൂടി ഇരിക്കുന്നവരുടെ സങ്കല്പത്തെ ഭക്തിയാകുന്ന അഗ്നി പിന്നെ മുളയ്ക്കാത്ത വിധത്തില് നശിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ സങ്കല്പം സത്യമായ സുഖത്തെ നൽകുന്നതായി ഭവിക്കും. സത്യമായ സുഖം നിങ്ങൾക്ക് ഉണ്ടാവും. ഇനിമേൽ നിങ്ങൾക്ക് വിഷയാശ ഉണ്ടായി വരില്ല. അഗ്നിയില് ഏതൊന്നിട്ടാലും ഭസ്മമാകും അല്ലേ? അപ്പൊ ജ്ഞാനാഗ്നി സ്വരൂപനായ ഭഗവാനിൽ പ്രവേശിച്ച കാമവും നിഷ്കാമ രൂപത്തില് ജ്ഞാനാനന്ദ പരിശുദ്ധ ഭാവത്തോടു കൂടി പ്രകാശിക്കും എന്നാണ് ഭഗവാൻ അരുളി ചെയ്തതിന്റെ സാരം. യാതാബലാവ്രജം സിദ്ധ മയേമാരംസ്യ ദക്ഷപാ യദുദ്ദിശ്യ വ്രതമിദം ചേരു ആര്യാർച്ചനം സതി. അല്ലയോ കുമാരികളെ, നിങ്ങൾ വ്രജത്തിലേക്ക് പൊക്കോളൂ. ഹേ പതിവ്രതകളെ എന്ന് പിന്നെയും വിളിക്കണു അവരെ. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ട് കാത്യായനി ദേവിയെ പൂജിച്ചുവോ ആ മനോരഥം നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞു. കഴിഞ്ഞു ഡൺ എന്ന് പറയില്ലേ അതന്നെ. എന്തുകൊണ്ടെന്നാൽ ഉടനെ വരുന്ന ശരൽക്കാലത്തിലെ രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് എന്നോടുകൂടി രമിക്കാൻ ഇടവരും. സന്തോഷായിട്ട് തിരിച്ചു പോയിക്കോളൂ കേട്ടോ പറഞ്ഞവരോട്. ശ്രീശുക ഉവാച ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാ കുമാരികാ ധ്യായന്ത്യതൽപദാംഭോജം കൃച്ഛ്രാൻ നിർവിവിശുരജം. ഇങ്ങനെ ആ ഭഗവാന്റെ ആ വാക്ക് കേട്ട് ആ കുമാരിമാര് തങ്ങളുടെ മനോരഥം സാധിച്ചു എന്ന് കരുതി സന്തോഷിച്ചു. വല്ലാത്ത സന്തോഷമായി അവർക്ക്. എന്നാലും ആ ഭഗവാന്റെ മുഖപങ്കജത്തെ ഇപ്പൊ ഇങ്ങനെ വിട്ടു പോകണ്ടേ, അതിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴുള്ള ഒരു ആനന്ദം വേറെ ഒന്നുമില്ല. അവർക്ക് അവിടുന്ന് പോവാൻ തോന്നണില്ല. തിരിഞ്ഞു നോക്കി ആ മനസ്സോടെ അവര് ഗോകുലത്തിലേക്ക് പോയി. ആരൊന്നും മിണ്ടണില്ല. എല്ലാവരുടെ ഉള്ളിലോ ഭഗവാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പോകുമ്പോഴോ അവരിങ്ങനെ പോകുമ്പോ ഭഗവാൻ ചെയ്ത ആ നർമ്മചേഷ്ടയും എന്തൊക്കെ കളികളല്ലേ ഇവരെ കളിപ്പിച്ചത്. തമാശ പറയലും അതൊക്കെ ഇങ്ങനെ മന്ദഹാസാദി മനോഹര ആ രൂപത്തിൽ അത് തന്നെ അങ്ങനെ എല്ലാവരുടെ മനസ്സിലും ആ ഹൃദയത്തില് കണ്ടുകൊണ്ട് അവര് ഒന്നും സംസാരിക്കണില്ല. ഓരോരുത്തരും അവര് ഭഗവാനെ തന്നെയാണ് അവരുടെ ഹൃദയത്തില്. ഭഗവാന്റെ വാക്കുകളും ഭഗവാന്റെ മനോഹര രൂപവും അത് തന്നെ ചിന്തിച്ച് അവര് നടന്ന് ഗോകുലത്തിൽ എത്തി. പിന്നെ ഭഗവാൻ അതിങ്ങനെ പിന്നെയും കളികള് തുടരുന്നു. അഥ ഗോപൈ പരിവൃതോ ഭഗവാൻ ദേവകീസുത വൃന്ദാവനാൽ ഗതോ ദൂരം ചാരയൻ ഗാഹ സഹാഗ്രജ. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഈ ലീല ഇതൊക്കെ കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനോടുകൂടി പശുക്കളെയും വെച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ നിന്ന് കുറെ ദൂരെ രണ്ടുപേരും കൂടി അങ്ങനെ പോയി. ഗോപകുമാരന്മാരും കൂടിയിട്ട് കുറെ ദൂരം പശുക്കളെ മേച്ചുകൊണ്ട് അവര് സഞ്ചരിച്ചു. നിഗ്ധാർക്കാദവേദിഗ്മേ ഛായാഭിസ്വാഭിരാത്മന ആതപത്രായിതാൻ വീക്ഷ്യ ദ്രുമാനാക
വ്രജൗകസ. അതിഭയങ്കര ചൂട്, ഗ്രീഷ്മകാലം. അങ്ങനെ ആ സൂര്യോഷ്ണത്തില് അവരിങ്ങനെ നടന്ന് നടന്ന് ആ വെയില് വല്ലാതെ വെയിലടിച്ചപ്പോ നിഴലുകൾ കൊണ്ട് തനിക്ക് കുട പിടിച്ചതുപോലെ വെയില് കൊള്ളാതെ രക്ഷിക്കുന്ന ആ വൃക്ഷങ്ങളെ കണ്ടിട്ട് ഗോപന്മാരോട് പറഞ്ഞു. അല്ലാതെ വെയില് അങ്ങനെ നടക്കുമ്പോൾ പറയും നമുക്ക് ഇവിടെ ഇരിക്കാം, ഇനി ഇതാ ഈ വൃക്ഷത്തിന്റെ കൊട പിടിച്ചതുമാതിരി ഇങ്ങനെ ഒരു വൃക്ഷം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുക. ഭഗവാൻ ഇവിടെ ഇരിക്കണേന്ന് ആ വൃക്ഷം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഭഗവാൻ അതിന്റെ ചോട്ടില് കുട്ടികളോട് എല്ലാവർക്കും അതിന്റെ ചോട്ടിലിരുന്നാലും ഒരു തുള്ളി വെയിൽ കൊള്ളില്ല. അങ്ങനെ അത്ര കൊട പിടിച്ചിരിക്കുക എല്ലാവർക്കും. അങ്ങനെ ഇരിക്കുമ്പോ നല്ല സുഖം. ഭഗവാൻ ആ കൂട്ടുകാരോട് പറയാണ്, ഹേ സ്തോക കൃഷ്ണ, ഹേ അംശോ ശ്രീദാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്വിൻ ദേവപ്രസ്ഥ വരൂധവ. ഇതൊക്കെ കൂട്ടുകാരുടെ പേരാണ്. ശ്രീദാമ, സുബലാർജുന, വിശാലർഷഭ, തേജസ്വി, ദേവപ്രസ്ഥ, വരൂധവ. പശ്യതേതാൻ മഹാഭാഗാൻ പരാർത്ഥൈകാന്ത ജീവിതാൻ വാതവർഷാതപഹിമാൻ സഹന്തോ വാരയന്തിന. പരാർത്ഥൈകാന്ത ജീവിതാൻ, പരന്മാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഏതാൻ ഈ മഹാഭാഗാൻ, മഹാഭാഗ്യശാലികളെ പശ്യത നോക്കുവിൻ. വാതവർഷാതപ ഹിമാൻ, കാറ്റ്, മഴ, വെയില്, മഞ്ഞ് ഇവയെ സഹന്ത സഹിക്കുന്നവയായിട്ട് നമ്മളെ വാരയന്തി അവയിൽ നിന്ന് തടുക്കുന്നു. ഹേ സ്തോകകൃഷ്ണ, ഹേ അംശോ, ഹേ ശ്രീതാമാവേ, ഹേ സുബലാർജുന, ഹേ തേജസ്വിയായ വിശാലർഷഭ ദേവപ്രസ്ഥ, ഹേ വരൂധവ. അന്യരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഭാഗ്യശാലികളായ ഈ വൃക്ഷങ്ങളെ നോക്കൂ നിങ്ങൾ. ഈ വൃക്ഷങ്ങള് കാറ്റ്, മഴ, വെയില്, മഞ്ഞ് ഇവയൊക്കെ തങ്ങളുടെ ശിരസ്സിലേറ്റുകൊണ്ട് ഇവയുടെ താഴത്തുകൂടി സഞ്ചരിക്കുന്ന നമ്മളെ ഈ ചൂടുന്നും തണുപ്പെന്നും ഒരു പീഡകളും കൂടാതെ രക്ഷിക്കണു അല്ലെ. വൃക്ഷങ്ങള് എങ്ങനെ വിചാരപൂർവമല്ലാതെ സ്വാഭാവികമായിട്ട് തന്നെ ഫലപുഷ്പ പല്ലവാദികൾ കൊണ്ട് പരന്മാരെ രക്ഷിക്കുന്നുവോ, അതുപോലെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ആര് ജീവിക്കുന്നുവോ അവര് തന്നെ മഹാഭാഗ്യശാലികൾ. ഈ വൃക്ഷങ്ങൾ നോക്കൂ, അവർക്ക് വേണ്ടിയിട്ടല്ല അവര് ജീവിക്കണത്, മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ തീർക്കാൻ. ആരൊക്കെ വിഷമിക്കണ്ടോ അവരെയൊക്കെ കൊട പിടിച്ചു കൊടുക്കണു, അവർക്ക് ഫലങ്ങൾ കൊടുക്കണു, പുഷ്പങ്ങൾ കൊടുക്കണു. അവരുടെ കയ്യിലുള്ളത് എല്ലാം അവര് അന്യന്മാർക്ക് കൊടുക്കുക. അവരെന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അതുപോലെയാണ് മനുഷ്യര് ജീവിക്കേണ്ടത്. വിഷമിക്കുന്നവർക്ക് എല്ലാം കൊടുക്കണം. എന്നാലോ ആ വൃക്ഷങ്ങള് പരന്മാരെ ഞങ്ങളെ രക്ഷിക്കണു എന്ന വിശേഷ ബുദ്ധിയില്ലാത്ത ആ വൃക്ഷങ്ങള് അവർക്ക് അറിയില്ല മറ്റുള്ളവര് അവര് രക്ഷിക്കണുണ്ടെന്ന് അല്ലെ. അത് അവരുടെ ജന്മസിദ്ധമായിട്ടുള്ള ഗുണാണ്. പക്ഷേ അതുപോലെ പരോപകാരം ചെയ്യുന്ന സജ്ജനങ്ങളുടെ ആ ജന്മസിദ്ധമായ വിശേഷ ബുദ്ധി നിമിത്തം ഞങ്ങൾ പരോപകാരികളാണെന്ന് ഭാവിക്കാതെ ഇരിക്കണം. നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെ ദാനം ചെയ്യണമെങ്കിൽ ഞാൻ ദാനം ചെയ്തു, ഞാൻ അവർക്ക് ഇത് കൊടുത്തു അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ഒട്ടും ഒരു ഭാവവും ഇല്ലാതെ വേണം ദാനം ചെയ്യാൻ, ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ കുറെ ധനം കൈവശം വെച്ച് താനോ അനുഭവിക്കില്ല, അന്യർക്കൊട്ട് കൊടുക്കൂല, അങ്ങനെ ദുരഭിമാനം നടിച്ചുകൊണ്ടിരിക്കുന്നവരല്ല ഭാഗ്യശാലികൾ. ഈ വൃക്ഷങ്ങൾ തന്നെയാണ് ഭാഗ്യശാലികൾ. പരോപകാരം ചെയ്തുകൊണ്ട് ഓരോ ആ വൃക്ഷത്തിന്റെ വേര്, തടി, കൊമ്പുകള്, ഇലകള്, പുഷ്പങ്ങള്, ഫലം എല്ലാം മറ്റുള്ളവർക്ക് ഉപകാരമാണ് അല്ലെ. അവനവന്റെ സ്ഥിതിക്ക് അനുസരിച്ച് എല്ലാം ദാനം ചെയ്യണം. അത് ഞാൻ ദാനം ചെയ്തു എന്നുള്ള അഭിമാനം ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ആ സാരം സൂചിപ്പിക്കാൻ വേണ്ടി വൃക്ഷങ്ങളെ ഭഗവാൻ സ്തുതിക്കുന്നു. കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ 7 വയസ്സുള്ള ബാലൻ അല്ലെ, എല്ലാവർക്കും ഉള്ള ഒരു പാഠങ്ങൾ ഓരോന്നും ഭഗവാൻ നമ്മളെ ഓരോ സമയത്തും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.